ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചത് എന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചത് എന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. നാം വളരെ വ്യക്തമായി നമ്മെ തന്നെ നിരന്തരം കൂടെ ഓർമ്മപ്പെടുത്തേണ്ടതായ ഒരു ആത്മീയ സത്യത്തെക്കുറിച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആരിൽ നിന്ന് നാം കേൾക്കുന്നു എന്നതാണ് ഒരു അറിവിൻ്റെ ആധികാരികതയെന്ന് വചനം നമ്മോട് പറയുകയാണ്. ആരെയാണ് നാം കേൾക്കേണ്ടത്? ആരിലൂടെയാണ് നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി കിട്ടേണ്ടത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ വളരെ വ്യക്തമായി പുതിയ നിയമത്തിലെ പ്രബോധന അധികാരത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ല എങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, തിരുത്തലിനെക്കുറിച്ചും പ്രബോധനത്തെക്കുറിച്ചും ഈശോ മിശിഹാ തൻ്റെ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മോട് പറയുക, തിരുത്തുവാനും പഠിപ്പിക്കുവാനുമുള്ള ആത്യന്തികവും അടിസ്ഥാനപരവുമായ അധികാരവും ഉത്തരവാദിത്വവും സഭയുടേതാണ് എന്ന് ഈശോ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലീഹ പറയുക, നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചത് എന്ന് നീ ഓർക്കണം. തിരുസഭ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ, അതല്ലാതെ താൽക്കാലികവും സാന്ദർഭികവുമായ സൗകര്യത്തിനും ലാഭത്തിനുമനുസരിച്ച് നിലപാടുകൾ മാറ്റിപ്പറയുകയും ആശയങ്ങൾ വ്യത്യസ്തമായി അവതരിപ്പിക്കുകയും അർത്ഥസത്യങ്ങളെ കൂട്ടിക്കുഴച്ച് അസത്യങ്ങളെ സത്യമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്തിൻ്റെ പുളിവചനങ്ങളോട് ചെവിയോർത്തുകൊണ്ട് നമ്മുടെ ആന്തരികതയെ കലുഷിതമാക്കി നമ്മുടെ വിശ്വാസത്തെ മലിനപ്പെടുത്തുന്ന ഒരു മനോഭാവം ഇന്ന് നമ്മളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വികസിച്ച് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അപകടത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയും
സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ വ്യക്തമായിട്ട് ഓർക്കണം, പഠിപ്പിക്കുവാനും തിരുത്തുവാനും ഉള്ള അധികാരം, സ്വർഗത്തിൻ്റെ അധികാരം സഭയില ഈശോ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ സഭയോട് ചേർന്ന് ചിന്തിക്കുന്നതിന് പകരം, ഈ സഭയുടെ പഠനങ്ങളെയും സഭയുടെ പ്രബോധനങ്ങളെയും സ്വീകരിക്കുന്നതിന് പകരം, സഭയിൽ നിന്ന്, സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന്, സഭയുടെ പ്രബോധനങ്ങളുടെ ആധികാരികതയെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്ന ചെന്നായ്ക്കൾ, പൈശാചികമായ ശക്തികൾ ഇന്ന് ഒരുപാട് രീതികളിലൂടെ, ഒരുപാട് രൂപങ്ങളിൽ ഇന്ന് ലോകത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും അവരുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സഭയിൽ നിന്ന്, സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന്, സഭയുടെ പ്രബോധനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ഈശോ അന്ന് നമുക്ക് എത്രയോ കൃത്യമായി നൽകിയത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ ഈശോ വിതക്കാരൻ്റെ ഉപമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ വിതക്കാരൻ്റെ ഉപമ വിശദീകരിച്ച് കഴിയുമ്പോൾ ഈശോ മറ്റൊരു ഉപമ പറയുന്നുണ്ട്, കളകളുടെ ഉപമ. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. സ്നേഹമുള്ളവരെ, ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്ത്യമാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ മനുഷ്യാവതാര പരസ്യ ജീവിത കാലഘട്ടത്തിൽ നേരിട്ടും അതിനുശേഷം സഭയുടെ ശിരസ്സെന്ന നിലയിൽ സഭയിലൂടെ, സഭയുടെ പ്രബോധന അധികാരത്തിലൂടെ നമ്മേൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന നല്ല വിത്ത് വിതയ്ക്കുന്നുണ്ട്. ദൈവവചനം നാം വായിക്കുമ്പോൾ, ദൈവവചനത്തിന് ചെവിയോർക്കുമ്പോൾ, തിരുസഭയുടെ ഔദ്യോഗികമായ പഠനങ്ങൾക്കും തിരുസഭയിൽ പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്വം, ആചാര്യത്വത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന മെത്രാന്മാരെയും വൈദികരെയും ആത്മീയ ശുശ്രൂഷകരെയും ശ്രവിക്കുന്നതിലൂടെയും നാം നമ്മുടെ ഹൃദയത്തെ ദൈവവചനമാകുന്ന സ്വർഗീയമായ നല്ല വിത്തിന് തുറന്നു കൊടുക്കുകയും, എന്നാൽ നമ്മുടെ ആത്മാവാകുന്ന, നമ്മുടെ ആത്മീയ ജീവിതമാകുന്ന ആ വയലിനെ പൈശാചികമായ തിന്മയുടേതായ കളകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതായ നമ്മുടെ ജാഗരൂകതയിൽ നാം വീഴ്ച വരുത്തുമ്പോൾ, കേവലം ബൗദ്ധികമായ ജിജ്ഞാസയുടെ ഭാഗമെന്ന നിലയിലും മറ്റു ചിലപ്പോൾ ഇന്ദ്രിയങ്ങളുടെ താൽക്കാലികമായ ആസ്വാദനത്തിന് വേണ്ടിയും നാം ഈ ലോകത്തിൻ്റെ പൊളിവചനങ്ങളായ, നുണപ്രചരണങ്ങളായ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ കണ്ണും കാതും തുറന്നു വെച്ച് കുത്തിയിരിക്കുമ്പോൾ നമ്മുടെ ആന്തരികതയാകുന്ന വയലിൽ വിതയ്ക്കപ്പെടുന്നത് പിശാചിൻ്റെ, സാത്താൻ്റെ കളകളാണ് എന്ന്, നമ്മുടെ ആത്മീയ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിയിടുന്ന,
നമ്മുടെ വിശ്വാസ ജീവിതത്തെ കലുഷിതമാക്കുന്ന തിന്മയുടെ വചനങ്ങൾക്കാണ് നാം ചെവിയോർക്കുന്നത്, കണ്ണു തുറക്കുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. നാം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു കൊടുക്കുമ്പോൾ, വാർത്താ മാധ്യമങ്ങൾക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു കൊടുക്കുമ്പോൾ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം, ഈ മാധ്യമങ്ങളെല്ലാം പറയുന്ന നുണകൾ സത്യമാണെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു അബദ്ധം ഇന്ന് നല്ലൊരു ശതമാനം മനുഷ്യർക്ക് സംഭവിക്കുകയും അത് ദൈവം മനുഷ്യന്റെ സ്വാഭാവികതയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി കേൾക്കുന്നതൊക്കെയും വിശ്വസിക്കുവാനുള്ള ഒരു പ്രവണത, സജസ്റ്റബിലിറ്റി എന്ന് സൈക്കോളജിയിൽ പറയും. കേൾക്കുന്നതെല്ലാം ആന്തരികതയിലേക്ക് സ്വാംശീകരിക്കുവാനുള്ള ഒരു പ്രവണത, അത് അടിസ്ഥാനപരമായി നന്മയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിയിൽ നിവേശിപ്പിച്ചിരിക്കുന്നത്. കേൾക്കുന്നതൊക്കെയും വിശ്വസിക്കുവാനുള്ള ഒരു പ്രവണത. കാരണം നമുക്കറിയാം, നമുക്ക് പരസ്പരം വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും ആശ്രയിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ മനുഷ്യന് സാമൂഹ്യപരമായ സഹവർത്തിത്വം സാധിക്കും എന്ന് അറിയാമായിരുന്ന കർത്താവ് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിയിൽ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു പ്രവണത സന്നിവേശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സഹജീവികൾ പറയുന്നത് വിശ്വസിക്കുവാൻ, സഹജീവികൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസിക്കുവാൻ, അങ്ങനെ തൻ്റെ സഹജീവിയെയും സഹപ്രവർത്തകരെയും സമൂഹത്തിലെ ഇതര വ്യക്തികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യവും ഒരു സ്വാതന്ത്ര്യവും മനുഷ്യന് അതിലൂടെ സംലഭ്യമായി. അതാ ദൈവം വാസ്തവത്തിൽ അതിലൂടെ നിവേശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യനിലെ ഈ സഹജമായ വാസനയെ മുതലെടുത്തുകൊണ്ട് മനുഷ്യനിൽ ദൈവവിശ്വാസത്തിലും സഭയുടെ ആധികാരികമായ പ്രബോധനത്തിന്റെ സത്യത്തിലുമുള്ള വിശ്വാസത്തെ ശിഥിലപ്പെടുത്തുവാനുള്ള ബോധപൂർവകമായ ലക്ഷ്യത്തോടുകൂടി ഇന്ന് നുണപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളുടെയും ഇതര ഏജൻസികളുടെയും മുമ്പിൽ നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കുമ്പോൾ നമുക്ക് ജാഗരൂകത വേണം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രബലമായ ഒരു പ്രവണതയുണ്ട്. കാരണം ഒരു സാംസ്കാരിക യുദ്ധം ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും നാം ഒന്നും മനസ്സിലാക്കാതെ പോകുന്ന ഒരു ആത്മീയ സത്യമാണ്. കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകളായി ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന ഒരു സാംസ്കാരിക യുദ്ധം, ഒരു കൾച്ചറൽ വാർ ഉണ്ട്. ഈ കൾച്ചറൽ വാർ അടിസ്ഥാനപരമായി കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള സാംസ്കാരിക യുദ്ധമാണ്. കത്തോലിക്ക സഭയ്ക്കെതിരെ. എന്തിന്? അവരുടെ ലക്ഷ്യം വാസ്തവത്തിൽ കത്തോലിക്ക സഭയല്ല. സഭയോട് യുദ്ധം ചെയ്യുന്നവരുടെ ലക്ഷ്യം കത്തോലിക്ക സഭയല്ല. അടിസ്ഥാനപരമായി മനുഷ്യവംശം മുഴുവനെയും നശിപ്പിക്കുക, മനുഷ്യവംശം മുഴുവനെയും പിശാചിന്റെ അടിമത്തത്തിലാക്കുക, മനുഷ്യവംശം മുഴുവനെയും നരകത്തിലേക്ക് വലിച്ചഴയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കോൺസ്പിറൻസി, ഒരു ഗൂഢാലോചന 1700കളുടെ ആദ്യ ദശകങ്ങളിൽ പാശ്ചാത്യ ദേശത്ത് ഉണ്ടായ ഒരു കോൺസ്പിറൻസി, ഒരു ഗൂഢാലോചന. ആ ഗൂഢാലോചനയുടെ പരിണത ഫലമായി പിന്നീടുള്ള ദശകങ്ങൾ, നൂറ്റാണ്ടുകൾ പരിശോധിച്ചോ ലോകത്തിലാകമാനം രക്തപ്പുഴകളൊഴുകിയ വിപ്ലവങ്ങൾ, ഈ വിപ്ലവങ്ങൾക്കൊക്കെ ആശയപരമായ അടിസ്ഥാനം സൃഷ്ടിച്ച നുണപ്രചരണങ്ങളും ആ നുണപ്രചരണം നടത്തിയ മാധ്യമങ്ങളും മനുഷ്യന്റെ രക്തം ചിന്തിക്കൊണ്ട് മനുഷ്യന്റെ ഇടയിൽ സാഹോദര്യം സാധ്യമാക്കാമെന്ന വ്യാമോഹം മനുഷ്യന്റെ മനസ്സിൽ ഉയർത്തുന്ന തരത്തിലുള്ള സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ പേരിൽ സഹജീവികളെ സംഘാതമായി കൊന്നൊടുക്കുവാൻ വേണ്ടി മനുഷ്യൻ യന്ത്രം പോലും കണ്ടുപിടിച്ച നൂറ്റാണ്ടുകൾക്ക് നാം പിന്നീട് സാക്ഷ്യം വഹിച്ചു. അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യവംശത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു.
മനുഷ്യവംശത്തെ പല രീതിയിൽ പിശാചിന്റെ അടിമത്തത്തിലേക്ക്, കൊല്ലും കൊലയും കൊള്ളിവെപ്പും അരാജകത്വവും കൊണ്ട് മനുഷ്യനിൽ വിശ്വാസമില്ലാതെ സഹജീവികളോട് സഹവർത്തിത്വം സാധ്യമല്ലാത്ത രീതിയിൽ തിന്മയുടെ, പൈശാചികതയുടെ, രക്തം ചൊരിയലിന്റെ, സായുധ വിപ്ലവത്തിന്റെ ഒരു അരാജകത്വം ഈ ലോകത്തിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് കാണുകയും, സ്നേഹമുള്ള സഹോദരങ്ങളെ, അവിടെയെല്ലാം അടിസ്ഥാനപരമായി ലക്ഷ്യമിടുന്നത് കത്തോലിക്ക സഭയെ. കാരണം എന്താ? കത്തോലിക്ക സഭയെ എല്ലാ കാലത്തും മാനവ ചരിത്രത്തിലുടനീളം സഭ പിറവിയെടുത്ത കാലം മുതൽ ഇന്ന് വരെ മനുഷ്യന്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റവും ചെറിയവനും ഏറ്റവും എളിയവനും ഏറ്റവും നിസ്സാരനും പോലും മഹത്വമുണ്ട് എന്ന്, ജീവിക്കുവാൻ അവകാശമുണ്ട് എന്ന്, തുല്യ മഹത്വത്തോടും തുല്യ അവകാശത്തോടും കൂടി ജീവിക്കുവാൻ അവനും അവകാശമുണ്ട് എന്ന് ലോകത്തോട് പ്രഖ്യാപനം ചെയ്ത ഏക മനുഷ്യ സംവിധാനം അതിശുദ്ധമായ കത്തോലിക്ക സഭയെ. അതുകൊണ്ട് തന്നെ ഒരു കാരണവുമല്ല മനുഷ്യന്റെ നേരെ ആയുധമെടുക്കാനെന്ന് പഠിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുവാൻ ഒരു കാരണവുമില്ല എന്ന് സഭ പഠിപ്പിച്ചപ്പോൾ, മനുഷ്യരെ നശിപ്പിക്കുവാൻ, മനുഷ്യനെ പൈശാചികതയിലേക്ക് നയിക്കുവാൻ, പൈശാചികതയുടെ അടിമത്തത്തിലേക്ക് നയിക്കുവാൻ പരിശ്രമിക്കുന്ന സംവിധാനങ്ങൾക്ക് സഭ നമ്പർ 1 ശത്രുവായി മാറി. പിന്നീടുള്ള നൂറ്റാണ്ടുകൾ പരിശോധിച്ച് നോക്കിക്കൂ. എല്ലാ തരത്തിലുമുള്ള കലയിലൂടെയും സാഹിത്യത്തിലൂടെയും അവയുടെ പ്രകാശനങ്ങളിലൂടെ, അത് കവിതയാകട്ടെ, നോവലാകട്ടെ, നാടകങ്ങളാകട്ടെ, സിനിമയാകട്ടെ, എല്ലാ തരത്തിലുമുള്ള കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും സാമാന്യ മനുഷ്യരെ സ്വാധീനിക്കുന്ന എല്ലാ രീതികളിലും, എല്ലാ രൂപങ്ങളിലും സഭയ്ക്കെതിരെയുള്ള ഒരു പ്രചരണം നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുകയും, അതിൻ്റെ ഏറ്റവും ഭയാനകവും ബീഭത്സവുമായ ഒരവസ്ഥയിലേക്ക് ഈ കാലഘട്ടത്തിൽ നാം കടന്നു വന്നിരിക്കുകയും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കേണ്ടത്, ധാർമ്മികത അശേഷമില്ലാത്ത, ലക്ഷ്യത്തിന് വേണ്ടി എന്ത് മാർഗവും എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പിടി ക്ഷുദ്രശത്രുക്കള്, ശക്തികള് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആഗോള തലത്തിൽ സഭയ്ക്കെതിരെ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സംസ്കാരങ്ങളിലും ഒരുപോലെ വിവിധ രൂപങ്ങളിൽ, അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ രൂപത്തിൽ, കത്തോലിക്ക സഭയിൽ നിന്ന് ചെതറിപ്പോയതായ ക്രൈസ്തവ സഭകളുടെ രൂപത്തിൽ, അക്രൈസ്തവമായ വിശ്വാസങ്ങളുടെ, മതവിശ്വാസങ്ങളുടെ രൂപത്തിൽ, നിരീശ്വരവാദ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും രൂപത്തിൽ, ഇതിലൊന്നും പെടാതെയുള്ള മാധ്യമങ്ങളുടെയും സിനിമകളുടെയും ഇതര സുകുമാര കലകളുടെയും രൂപത്തിൽ മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കാൻ സാധിക്കുവോ ആ രീതികളിലും രൂപങ്ങളിലെല്ലാം ഇന്ന് ഈ സാംസ്കാരിക യുദ്ധത്തിലൂടെ വിശ്വാസികളെയും എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ സഭയിൽ നിന്ന്, സഭ ലോകത്തോട് വിളിച്ചു പറയുന്ന സനാതനമായ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനുള്ള വളരെ ബോധപൂർവകമായ പരിശ്രമങ്ങൾ നടക്കുകയും അതിനുവേണ്ടി എന്തു നുണയും പ്രചരിപ്പിക്കുന്നു. സത്യം അറിയുവാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, 1 3 എന്ന് ഒരുപാട് പ്രാവശ്യം തുടർച്ചയായിട്ട് കേൾക്കുകയും എന്നാൽ 1 2 എന്ന് അറിയുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്താൽ ഒരു തലമുറ കഴിയുമ്പോൾ വിശ്വസിക്കില്ലേ ആൾക്കാർ 1 3 എന്ന്? ഇതേ അജണ്ടയോടുകൂടി ഇന്ന് ലോകത്തിൽ സഭയ്ക്കെതിരെ വളരെ ബോധപൂർവകമായ പ്രവർത്തനങ്ങൾ നടക്കുകയും
അതിന് ഇരയാകേണ്ടതുണ്ടോ നാം ഓരോരുത്തരുമെന്ന് അവനവൻ തീരുമാനിക്കണം. എന്റെ സൂക്ഷ്യത്തിന് ദൈവം ഏൽപ്പിച്ചു തന്ന എന്റെ ജീവിത പങ്കാളിയും മക്കളും ഈ തിന്മയുടെ അരാജക ശക്തികളുടെ പ്രവർത്തനത്തിന് ഇരയായി ആത്മാവ് നശിച്ച് നരകത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും തീരുമാനിക്കണം. അതല്ല എങ്കിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്ന്. കുടുംബ വിശ്വസ്തതയെ ഇളവാക്കി കാണിക്കുന്ന, ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബനാഥ വേദനയോടെ എന്നോട് പങ്കുവെച്ചത് ഓർക്കുന്നുണ്ട്. അച്ഛാ, ഒരു സിനിമ കണ്ടു, ഒരു കുടുംബ സിനിമ കണ്ടു. അച്ഛാ, കഷ്ടം തോന്നി മക്കളെയും കൊണ്ട് ആ സിനിമയ്ക്ക് പോയതിനെ കുറിച്ച്. കാരണം എന്താ? കുടുംബത്തിലെ ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയെ കേവലം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്കുണ്ടാകുന്ന അക്ഷരത്തെറ്റിനോട് ഉപമിച്ചിരിക്കുന്ന ഒരു സിനിമ. ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പ് 2-3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയെ കുറിച്ച് ഒരമ്മ പങ്കുവെച്ച വേദനയെ. ഇന്ന് അവസ്ഥ അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിരിക്കുകയും കുടുംബ ബന്ധങ്ങളിലുള്ള അവിശ്വസ്തതകളൊക്കെ വെറും നിസ്സാരവും സാധാരണവുമാണ് എന്ന് സാധാരണക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണങ്ങൾ കലയുടെയും സാഹിത്യത്തിന്റെയും രൂപങ്ങളിൽ കടന്നു വരുമ്പോൾ ബെനഡിക്ട് 16 പാപ്പ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ അന്തരീക്ഷം മലിനമാക്കുന്ന മാധ്യമങ്ങളെ കുറിച്ച്? അശ്ലീലങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ഉച്ചത്തിൽ ഘോഷിച്ചുകൊണ്ട് അന്തരീക്ഷം പോലും മലിനമാക്കുന്ന ഇന്നത്തെ വിപരീതമായ മാധ്യമ സംസ്കാരത്തെ കുറിച്ച് സ്നേഹമുള്ള സഹോദരങ്ങളെ, കരുതലുള്ളവരായിരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഗതി സത്യമോ നുണയോ ആകുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. പറയുന്നതെല്ലാം സത്യമല്ല എന്ന് നമ്മുടെ കാരണവന്മാർ എത്ര പണ്ടേ നമ്മെ പഠിപ്പിച്ചു. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ആ വാക്കിലൂടെ അവർ നമുക്ക് പറഞ്ഞു തന്നത് ആ സത്യമാണ്. ആരാണ് പറയുന്നത്? സത്യം പഠിപ്പിക്കുവാൻ അധികാരമുള്ള, അത് കാലത്തിനും ദേശത്തിനും അതീതമായി, ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു പ്രസംഗം കേൾക്കാനിടയിൽ യൂട്യൂബിൽ 1997 നിരീശ്വരവാദത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെട്ട് വന്ന ഒരു സ്ത്രീയുടെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. അമേരിക്കയിൽ ഉണ്ടായൊരു മാനസാന്തരത്തിന്റെ സാക്ഷ്യം. അവർ പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് 1900-ന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും അബോർഷനെയും ഭ്രൂണഹത്യയെയും കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങളെയും നിഷിദ്ധമായി പഠിപ്പിച്ചു. എന്നാൽ പൊതുജന അഭിപ്രായം എതിരാകുന്നു എന്ന് കണ്ടപ്പോൾ കത്തോലിക്ക സഭയൊഴികെയുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ചുവട് മാറ്റി ചവിട്ടി. സ്നേഹമുള്ള സഹോദരങ്ങളെ, കത്തോലിക്ക സഭയ്ക്ക് മാറ്റാൻ പറ്റില്ല. കാരണം സഭയ്ക്ക് സത്യമേ പറയാൻ പറ്റൂ. സഭ സത്യമേ പറയൂ. കാരണം അത് സഭയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന അധികാരവും ഉത്തരവാദിത്വവുമാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ സാക്ഷ്യമാണ്. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ശുദ്ധമായ കത്തോലിക്ക സഭയുടെ പവിത്രമായ പ്രബോധന അധികാരത്തിൽ നിന്ന് അറിവും അനുഭവവും ദൈവാനുഭവവും സ്വീകരിച്ച് സ്വർഗത്തിലേക്ക്, സ്വർഗോന്മുഖമായി ദൈവത്തിലേക്ക് വളരും. സഭയോട് ചേർന്ന് നിൽക്കും, സഭയോട് ചേർന്ന് ചിന്തിക്കും. സഭ എന്ത് പഠിപ്പിക്കുന്നു, സഭ എന്തുകൊണ്ട് അത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി സഭയോട് ചേർന്ന് ചിന്തിക്കും എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. കാരണം സഭയാണ് ഈശോയുടെ പൂർണ്ണത. സഭയിലാണ് ഈശോയുടെ ശുശ്രൂഷയുടെ പൂർണ്ണത. ഈശോയെ പൂർണ്ണമായി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് സഭയിൽ. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നാം ഈശോയോട് ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്
ഈശോയെ സ്വന്തമാക്കി ഈശോയെ മറ്റുള്ളവർക്ക് പകർന്ന് ദൈവരാജ്യ അനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.